ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ റാഫിക്കാൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. റാഫിക്ക ഒരു 3 മാസമായല്ലേ? 3 മാസം. ഈ പ്രാവശ്യം വിളിച്ചതെന്ന് പറഞ്ഞാൽ മാക്സിമം ഫുൾ ഓണിൽ കിട്ടുന്ന വണ്ടികളുള്ളത് 2020 അല്ലേ പറഞ്ഞത്? 2020 സ്വിഫ്റ്റ് വരുന്നുണ്ട്. എത്ര വയ്ക്കുന്നത്? 565. ഇനി അതേപോലെ തന്നെ സെലേറിയോ ഓട്ടോമാറ്റിക് 2017 എത്ര റേറ്റ് വരുന്നത്? 280 കൊടുക്കാം. ഇനി അതേപോലെ തന്നെ വാഗ്നർ വരുന്നുണ്ട് 2016 അത് ഓട്ടോമാറ്റിക്കാ? എത്ര റേറ്റ് വരുന്നത്? 325. അതേപോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. മാക്സിമം എല്ലാ വണ്ടികൾക്കും ഫുൾ ഓണിൽ കിട്ടുന്ന വണ്ടികളാണ്. ഈ സ്വിഫ്റ്റ് മാത്രമല്ല, ഇപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ സ്വിഫ്റ്റ് 2018 അല്ലേ? 2018 സ്വിഫ്റ്റ് ഡീസൽ വരുന്നത്. എന്താ റേറ്റ് വരുന്നത്? 575. 2018 i20 വരുന്നുണ്ട് 480 അല്ലേ? 480. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. റാഫിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം സംസാരം ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ റാഫിക്ക ഫുള്ള് സൈലന്റ് ആയിരിക്കും. മൂപ്പര് ആ ഒരു പ്രകൃതി, അത് വീഡിയോ തുടങ്ങിയ 2.5 വർഷമായില്ലേ? 2.5 വർഷമായിട്ട് മൂപ്പര് അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമൊന്നുമില്ല. മൂപ്പര് ആ മസിലും കാര്യങ്ങളും പെരുപ്പിച്ച് നിൽക്കുള്ളൂ. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം പുത്തനത്താണി 2 സ്ഥലത്ത്. മലപ്പുറം പുത്തനത്താണി 2 എന്ന് പറഞ്ഞ സ്ഥലത്ത് സൺ യൂസർ കാറിലാണ് ഉള്ളത്. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഏകദേശം ഒരു 10-200 അടുത്ത് കാർ ഉണ്ടാവും അല്ലേ? ഒരു 150-200 ഉള്ളിൽ എന്തായാലും കാറുകൾ, ഒരുപാട് ബഡ്ജറ്റ് കാറുകളുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് സ്പീഡിൽ തന്നെ പോകും, കാരണം ഒറ്റ പാർട്ടായിട്ട് എല്ലാ കാറുകൾ ഫുള്ള് കാണിച്ചു പോവാണ്. അപ്പം റാഫിക്കാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്. വേഗം വിളിച്ചോളി. പിന്നെ വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്തം, വണ്ടി വിൽക്കുന്ന ഉത്തരവാദിത്തം, മൂപ്പർക്ക് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കുമാണുള്ളത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് തന്നെ സ്വിഫ്റ്റ് നാട് തുടങ്ങാം. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2020. ഡീസൽ ആണ്? പെട്രോൾ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 90,000 ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു ഡോർ മാറിയിക്കണേ. ഇത് മാക്സിമം ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ റാഫിക്ക, നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ പ്രൈസ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഫൈനൽ പ്രൈസ് ഇതിന്റെ മുകളിലേക്ക് പിന്നെ നിങ്ങൾ പ്രൈസ് താത്തി ചോദിക്കരുത്. മൂപ്പര് മാക്സിമം റേറ്റ് കുറച്ചാണ് തരാൻ പോകുന്നത്. പറഞ്ഞോളി. ഫൈനൽ ആണെങ്കിൽ 5,65,000. 5,65,000 2020 പെട്രോൾ അല്ലേ? സ്വിഫ്റ്റ്. ഓക്കെ. VXI അല്ലേ? ഓക്കെ. ഇനി അതേപോലെ ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസലാണ്. ഡീസൽ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. 2018 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇതും 90,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് ഒരു 5,75 കൊടുക്കാം. 5,75,000. 2018 ഡീസലാണ്. 5,75. ഓക്കെ. ഈ ബലോൺ ഏതാ മോഡൽ വരുന്നത്? 2018 ഡീസലാണ് വരുന്നത്. അൽഫയാണ് വരുന്നത്. ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 6,30,000 കൊടുക്കാം. 6,30,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 5,00,000 വരെ ചെയ്യാം. 5,00,000 വരെ. അതായത് ഒരു 70,000-80,000 വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ. ഈ ബലോൺ ഏതാ മോഡൽ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് 17 പെട്രോൾ ആണ് വരുന്നത്. ഇതാണ് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 5,75 കൊടുക്കാം. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് എടുക്കുന്നത്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,75 കൊടുക്കാം. 75 കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സിറ്റി ഏതാ? സിറ്റി 2014 മോഡലാണ്. 2014. ഡീസൽ പെട്രോളോ? ഡീസൽ. കേരളാണോ റീ ആണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് 3 എടുക്കുന്ന വണ്ടി. കിലോമീറ്റർ ഓടിക്കണ 1 സംതിങ് ഓടിക്കണേ. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 4,30,000 കൊടുക്കാം. 4,30,000 മാക്സ് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഡസ്റ്റർ ഏതാ മോഡൽ വരുന്നത്? ബ്ലാക്ക്. ഡസ്റ്റർ 2013 85 ആണ്. ഇത് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ലോൺ 2013 3 ലക്ഷം രൂപ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട്. ഓക്കെ. ഞാൻ അതേപോലെ റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? റിഡ്സ് 2012 വണ്ടിയാണ്. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഇതാണെങ്കിൽ 2,55 കൊടുക്കും. 2,55,000. 2013 മോഡൽ. ഓണർഷിപ്പ് 12 വണ്ടി. 2012. ഓണർഷിപ്പ് ഓണർഷിപ്പ് പിന്നെ 4 ആയിക്കണേ. കിലോമീറ്ററോ? ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 1,30 ഓടി. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ. ഈ റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? ഈ റിഡ്സ് 2013 ആണ്. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഓണർഷിപ്പ് 4 മേലെ അയക്കണ വണ്ടി. ഓക്കെ. കിലോമീറ്റർ 1,30 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്കൊരു 2,90 കൊടുക്കാം. 2,90 കൊടുക്കാം. 2013 അല്ലേ പറഞ്ഞത്? ഓക്കെ. ഈ റിഡ്സോ? ഈ റിക്സ് 2016 CNG കയറ്റിയ വണ്ടിയാണ്. 2016 CNG എന്തായാലും 30 മൈലേജ് എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് നിലവിൽ 2 ആയിട്ടുള്ളൂ. കിലോമീറ്റർ ഓടിക്കാൻ 90,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇത് ഫൈനലാണ് 2,90, 3 രൂപ ലോൺ കൊടുക്കും. 2,90, 3 ലോൺ കൊടുക്കുക. സെലറി ഏതാ മോഡൽ വരുന്നത്? സെലറി 2017 മോഡലാണ്. ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് 5 ആയിക്കണ്. പക്ഷെ ഇത് നമുക്ക് 2,80 കൊടുക്കാം. 2015 അല്ലേ? 17 വണ്ടി. 2017 ഓട്ടോമാറ്റിക് 2,90 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ടിയാഗോ 2017 വണ്ടി. ഇതാണെങ്കിൽ ZX ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്.
പിന്നെ ഫൈനൽ നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത്. 2015 17 വണ്ടി. 17 വണ്ടി. ഓണർഷിപ്പ് നിലവിൽ 4 അയക്കണ്. കിലോമീറ്റർ ഓടിക്കണ് 90,000 കിലോമീറ്റർ. റിപ്പീസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് മേജർ ആയിട്ടൊന്നുമില്ല. എൻ്റെ ഗ്ലാസ് എന്താ മാറിയിരിക്കണം, വേറെ മെയിൻ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 2017 ഫുൾ ഓപ്ഷൻ ടിയാഗോ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതാണെങ്കിൽ 360 കൊടുക്കും. 360. എത്ര ലോൺ വരും? ഫുൾ ഓൺ ആയിട്ട് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എത്തിയോസ് അല്ല വരുന്നത്? ലീവ. എത്തിയോസ് ലീവ. ഏതാ മോഡല്? 2011 ആണ്. 2011. ഡീസലാ പെട്രോളോ? ഡീസൽ കുറച്ച് കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് 3 അയക്കണ്. കിലോമീറ്റർ ഓടിക്കണം, 1 പുറത്ത് ഓടിക്കണ്. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതാണെങ്കിൽ 3 ഉറുപ്പിക കൊടുക്കും. 3 ഉറുപ്പിക ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ, എത്തിയോസ് ക്രോസ് ഏതാ മോഡല്? 14 മോഡലുള്ള വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഏറ്റവും ഫുള്ളോട് വണ്ടി. ഇതാണെങ്കിൽ നമുക്ക് 440 കൊടുക്കും. 2014 അല്ലേ? 440. എത്ര 4 ഉറുപ്പിക നമുക്ക് ലോൺ ആയിട്ട്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കും. ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ഏതാ മോഡൽ വരുന്നത്? എത്തിയോസ് 2016 മോഡലാണ് വണ്ടി. 2016. ഓണർഷിപ്പ് 3ാമത്തിൽ എടുക്കുന്നത്. ഡീസൽ അല്ലേ? ഡീസൽ റീവണ്ടിയാണ്. ഇത് 460 കൊടുക്കുക. 440 ലോൺ ചെയ്താൽ. ഓക്കെ, റീബേസ് എന്താണോ? ഇല്ല, മേജർ ആയിട്ടൊന്നും. ഓക്കെ, കിലോമീറ്റർ പിന്നെ റീന്റെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു എത്തിയോസോ? ഇത് റീവണ്ടിയാണ്. 2012 ആണ്. ഡീസൽ പെട്രോളോ? ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കണേ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതാണെങ്കിൽ 3,70,000. 3,70,000 അല്ലേ? 2012 മോഡൽ. 12. ഓക്കെ, റീബേസ് ഒന്നുമില്ല. ഇല്ല, ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നത് ലിവ ഏതാ മോഡൽ വരുന്നത്? ലിവ 2015 മോഡലാണ്. 2015. ടയർ കാര്യങ്ങൾ അലോയൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 4,40,000. 2015 അല്ലേ പറഞ്ഞേ? 2015 4,40,000 രൂപയ്ക്ക്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,30. 1,30. റീബേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, i20 ഏതാ മോഡൽ വരുന്നത്? i20 പെട്രോൾ വരുന്നത്. 2018 മോഡലാണ്. 2018 പെട്രോൾ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് സ്പോർട്സാ വരുന്നത്. സ്പോർട്സ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നത് 50,000 കിലോമീറ്റർ ഓടിക്കും. റീബേസ് എന്താണോ? മേജർ ആയിട്ടില്ല. ചെറിയ ഗ്ലാസ് എന്തായിട്ട് ഒന്ന് മാറിയിരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2017 പറഞ്ഞേ? 18. 2018. എത്ര ചോദിക്കുന്നത്? ഇത് 4,80 കൊടുക്കാം. 4 ലക്ഷം 5 ലോൺ കൊടുക്കും. 4,80 ഒരു 20,000 രൂപ ക്യാഷ് ബാക്കും. ഫോർഡ് ഫിഗോ ഏതാ മോഡല്? ഫിഗോ 2016 ആണ്. 2016. ഡീസൽ അല്ലേ? ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 1,30 ഓടിക്കണേ. ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതാണെങ്കിൽ 3,40 കൊടുക്കാം. 3,40 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം രൂപ ലോൺ ചെയ്തു. ഓക്കെ, കിഡ് ഏതാ മോഡൽ വരുന്നത്? കിഡ് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2017 മോഡലാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 2.5 ഉറുപ്പികയാണ്. നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഏതാണ്? 1 ലിറ്ററാ? അതെ, 1000 cc അല്ലേ? RST ആണ് വരുന്നത്. പിന്നെ അതേപോലെ നീ കിഡ് ഏതാ മോഡൽ വരുന്നത്? 2018 ആണ്. ഇത് 2,75 കൊടുക്കാം. ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. 2,75. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഈ കിഡ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 ആണ്. ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 2,70,000 കൊടുക്കാൻ പറ്റും. 2,70,000. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഓടിക്കുന്ന 60,000. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ്. ഓക്കെ, റെഡിഗോ ഓട്ടോമാറ്റിക് വരുന്നത്. ഏതാ മോഡല്? ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 2018 തന്നെയാണ് ഓട്ടോമാറ്റിക് വരുന്നത്. ഇതാണെങ്കിൽ 260 കൊടുക്കാം. 260. ഓണർഷിപ്പ് 3 അയക്കണം. ഓക്കെ, റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഐറ്റൺ ഏതാ മോഡല്? ആസ്ട്ര ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. 2016 മോഡലാണ് വണ്ടി. ഇതാണ് ഫൈനൽ. നമുക്കൊരു 3,70,000 കൊടുക്കാം. 3 ഉറുപ്പിക ലോണും കൊടുക്കാം. അതായത് ഒരു 20,000 രൂപ വണ്ടി വിളിച്ചു കാര്യം നടക്കാം. നിസാൻ മൈക്ര ഏതാ മോഡല്? 2012-13 ആണ്. 2.5 ഉറുപ്പിക കൊടുക്കാം. 2,00,000 രൂപ. ഓണർഷിപ്പ് 3 അയക്കണേ. കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കണേ. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, 2,00,000 രൂപ അല്ലേ പറഞ്ഞേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഡാറ്റ്സൺ റെഡിഗോ. ഇത് ഫുൾ ഓൺ എടുക്കാൻ പറ്റിയ വണ്ടി. 17 ആണ്. ഇത് 2,10 കൊടുക്കുക. 2,10 ലോണും ചെയ്ത് കൊടുക്കും. ഓക്കെ, 2,10 കൊടുക്കുക. 2,10 ഫുൾ ലോണും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ സാൻഡ്രോ ഏതാ മോഡൽ വരുന്നത്? സാൻഡ്രോ വരുന്നത് 2008 മോഡലാണ്. 28 വരെ പേപ്പർ. ഓക്കെ, ലാസ്റ്റ് ചോദിക്കുന്ന എത്ര? ഇത് 80 ഉറുപ്പിക കൊടുക്കും. 80,000 രൂപയ്ക്ക്. 2008 28 വരെ പേപ്പറുള്ള 80,000 രൂപയ്ക്ക്. ഈ സാൻഡ്രോ ഏതാ മോഡൽ വരുന്നത്? ഈ സാൻഡ്രോ 2011-12 ആണ്. ഇത് 1,30 കൊടുക്കും. 1,30. 11, 12, 1,30. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഓക്കെ, ഈ റെഡിഗോ ഫുൾ ഓൺ എടുക്കാൻ പറ്റും. 2016 ആണ്. 1,70,000 കൊടുക്കും. 1,70,000. 2016. ഓണർഷിപ്പ് 3 ആയിക്കണേ. കിലോമീറ്റർ 1 അടുത്ത് ഓടിക്കുള്ളൂ. റിപ്പീസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചേട്ടൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നത് ഇന്ത്യ 2012 ആണ്. ഇതാണ് 85 ഉറുപ്പിക കൊടുക്കും. 2012 ഇന്ത്യ വിസ്റ്റ അല്ലേ? വിസ്റ്റ് അല്ല, ഇന്ത്യ ഇന്ത്യ 85 ഉറുപ്പിക അല്ലേ? ഓക്കെ, ഈ വാഗ്നറോ? ഇത് ഓട്ടോമാറ്റിക് 2016 ആണ്. ഇതാണ് 3,20 കൊടുക്കുന്നത്. 2016 ഓട്ടോമാറ്റിക് വാഗ്നർ 3,20. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് 3 മേലേക്ക്. ഓക്കെ,
കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ഈ ഒരു ഇതോ സ്ട്രിംഗ് 2013-14 ആ ഇതാണെങ്കിൽ ഫൈനലിൽ നമുക്ക് 260 കൊടുക്കാം. 2013 2014 260 കൊടുക്കാം. മുകളിൽ വരുന്നത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസലാണ്. 2018 ആ ഏതാ ഓപ്ഷൻ? ഇത് ഓപ്ഷൻ എസ് ആണ് വരുന്നത്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളാണ്. റീപ്ലേസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 6 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ. ഓക്കെ. ഈ ബ്രസ്? ബ്രസ് 2016 ആണ്. ആ സെരിഡേ പ്ലസ് ആണ്. ആ ഇതാണെങ്കിൽ 6,75 കൊടുക്കാം. ഓണർഷിപ്പോ? സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ഓടിക്കണം. 1 ഓടിക്കണം. റീപ്ലേസ് എന്താണോ? ഇല്ല, മേജറായിട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 6,75 കൊടുക്കും. ഓക്കെ. ഈ എസ്കോസോ? എസ്ക്ലോസ് 2018 ഡീസലാണ് വരുന്നത്. 2018 ഡീസൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് സെഡ്. ഓണർഷിപ്പ്? ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറുകൾ മാറിക്കണ്. കമ്പനി തന്നെ ഉണ്ട് മാറിയത്. ഡോർ മാത്രം. ഡോർ മാറിക്കണ്. ഇതാണെങ്കിൽ നമുക്ക് ഫൈനലിൽ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര? 7,25 കൊടുക്കാം. 7,25,000 ഡീസൽ അല്ലേ? ബ്രസ 2017 ആണ്. ഡീസൽ പെട്രോളോ? ഇത് ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഇല്ല, മേജറായിട്ടൊന്നും ഇല്ല. ഇതാണ് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. ഈ എർട്ടിക? എർട്ടിക 2015 ആണ്. ആ ഇത് ഡീസൽ വരുന്നത്. ഇതും ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതാണെങ്കിൽ നമുക്ക് 4,75 കൊടുക്കാം. 4,75,000. 2015 4,75. ഓക്കെ. ആ നിസാന്റെ ടറാന ഏതാ മോളില്? ടറാന 2015 ആണ്. ലിമിറ്റഡ് എഡിഷൻ VX ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഇതാണ് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കണം 1,20. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ആക്സിഡന്റ്. ലാസ്റ്റ് 3. ഇതാണെങ്കിൽ ഫൈനലാണ് 4,65 കൊടുക്കാം. 4,65 കൊടുക്കാം. ഓക്കെ. ഈ എർട്ടിക ഏതാ മോളിൽ വരുന്നത്? 2012 ആണ്. 3,75 കൊടുക്കാം. പെട്രോളോ ഡീസലോ? ഡീസൽ. ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ആയിക്കണ്. ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഓക്കെ. ഞാൻ ഈ ഒരു ആൾട്ടോണർ ഏതാ മോളിൽ വരുന്നത്? ഇത് 2013 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1,70 കൊടുക്കാം. 1,70. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടി 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുണ്ടോ? ഇല്ല, മേജറായിട്ടൊന്നും ഇല്ല. ഒന്നുമില്ല. 1,70 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോണർ ഏതാ മോളിൽ? ഇത് 2019 ആണ്. ഇതാണ് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 50 ഉള്ളിൽ കൂടി. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടാവും. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇതാണെങ്കിൽ 3 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയ്ക്ക്. 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഓക്കെ. ഈ ആൾട്ടോണറോ? ഇത് 2015 ആണ്. ഇത് മെയിൻ ക്ലാസ് മാറിയിരിക്കണേ. ഇതാണ് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടി. എത്ര പൈസ വരുന്നത്? ഇതാണെങ്കിൽ 1,90 കൊടുക്കാം. 1,90. 2015 1,90. ഈ കിട്ട് ഏതാ മോഡൽ വരുന്നത്? കിട്ട് ക്ലിംബർ ആണ്. ക്ലൈംബർ. ഏതാ മോഡല്? ഇത് 2017 ആണ്. ഇതാണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2015. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതാണെങ്കിൽ 2,75 കൊടുക്കാം. 2,70,000. ഓക്കെ. ഈ റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? 2014 ഡീസലാണ് വരുന്നത്. 2014 ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് 1,30 ഓടിക്കണ്. ഇതാണെങ്കിൽ 3,25 കൊടുക്കാം. 3,25. എത്ര ലോൺ വരും? ഇതിപ്പോൾ 3 രൂപ വരെ ലോൺ. ഓക്കെ. ആ ക്വാളിറ്റി ഗ്രീൻ കളർ 2014 മോഡലാണ്. 2004 മോഡൽ. പേപ്പർ എത്ര വരെ? പേപ്പർ 29 വരെ പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1,70 കൊടുക്കാം. 1,70 കൊടുക്കാം. ഈ സ്കോർപിയോ? ഈ സ്കോർപിയോ 2006 ആണ്. ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ ഒരു 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. ഈ ഒരു ഈക്കോ ഏതാ മോഡൽ വരുന്നത്? ഈക്കോ 2020 ആണ്. 3,75 കൊടുക്കും. 3,75. 2020 3,75. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് മേജർ ആയിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഇന്നോവ? ഈ ഇന്നോവ 2010 ആണ്. 4,75 കൊടുക്കാം. പുതിയ പേപ്പർ. 2010 4,75. പുതിയ പേപ്പർ എടുത്തിട്ട്. ഓക്കെ. ഈ ഒരു ഇന്നോവ? ഈ ഇന്നോവ 2007 ആണ്. കേരള വണ്ടിയാണ്. ഇതാണ് 3,30 കൊടുക്കുന്നത്. 3,30 കൊടുക്കാം. ഈ വാഗണർ ഏതാ മോഡൽ വരുന്നത്? 2017 ആണ്. 2,80 കൊടുക്കും. 2,80. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ടില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഈ വാഗണർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2010 ആണ്. ഇത് ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1,70 കൊടുക്കുന്നത്. 2010 1,70. ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ്. അല്ല, പുതിയ പേപ്പർ റിന്യൂവൽ എപ്പോഴാ? റിന്യൂവൽ പുതിയ എടുത്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു ആൾട്ടോണറോ? ഇത് 2017. ഇത് 2,30 കൊടുക്കുന്നു. 2,30. 2017 2. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ എടുക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്ന 60,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? മേജർ ആയിട്ടില്ല. ഒന്നുമില്ല. 2,30 കൊടുക്കാൻ പറ്റും. ഓക്കെ. ഈ ഒരു ആൾട്ടോ? ഇത് 2012 ആണ്. ഇതാണെങ്കിൽ 1,35 കൊടുക്കാം. 1,35. 2012 1,35 ആൾട്ടോ. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇയോൺ ഇത് 2014 ആണ്. ഏതാംശം വരുന്നത്? മാഗിനാണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തിൽ എടുക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്ന 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഇതാണെങ്കിൽ 1,70 കൊടുക്കാൻ പറ്റും.
2014 170 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഈ ഓൺ 2013 ആ, എത്ര വയ്ക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 140 കൊടുക്കുന്നത്. ഓൺഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്നത് 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, റീബസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഓക്കെ, ബീറ്റ് ഏതാ മോഡൽ വരുന്നത്? ബീറ്റ് 2011 ആണ്. ആ, ഇതാണ് 90 രൂപ കൊടുക്കാം. 2014 90 രൂപയ്ക്ക്. ഈ ലോഗണോ? ഈ ലോഗൻ പെട്രോളാണ് വരുന്നത്. ആ, ഇതാണെങ്കിലും 90 രൂപ കൊടുക്കാം. അല്ല, ഏതാ മോഡൽ വരുന്നത്? 2008 മോഡലാണ്. 2008 90 രൂപയ്ക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിസാന്റെ സണ്ണിക്കുട്ടൻ. അതെ, സണ്ണിക്കുട്ടൻ ഏതാ മോഡല്? സണ്ണി ഇത് 2014 ആണ്. ആ, ഇത് 2 കൊടുക്കാം. 280 ഡീസൽ പെട്രോളോ? ഡീസൽ. ഡീസൽ. ഈ സണ്ണിയോ? ഈ സണ്ണിയും 2012 മോഡലാണ്. ആ, കേരള വണ്ടിയാണ്. ആ, ഇത് 2 കൊടുക്കാം. 270. നെക്സ്റ്റ് വരുന്നത് സ്കെയർ 2016 റീ വണ്ടിയാണ്. ആ, ഇതാണ് 2 കൊടുക്കുന്നത്. 2016 280 കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ സണ്ണിയോ? ഈ സണ്ണി 2012 കേരള വണ്ടി തന്നെയാണ്. ആ, ഇതുവാണെങ്കിൽ നമുക്ക് 2 കൊടുക്കും. ഡീസൽ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ഓടിക്കണേ. നല്ല വൃത്തിയുള്ളവരുണ്ട്. റീബസ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് i20 ഏതാ മോഡല്? 2012 ആണ്. ആ, ഇതാണെങ്കിൽ 240 കൊടുക്കും. 2012 ഡീസൽ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30 ഓടിക്കും. റീബസ് എന്താണോ? ഇല്ല, ഒന്നുമില്ല. ഈ നിസാൻ മൈക്രോ? ഇത് പൾസർ. അല്ല, റിനോട്ടിന്റെ പൾസല്ലേ? ആ, ഓക്കെ. പൾസ് ഏതാ മോഡല്? പൾസ് 2012 വണ്ടിയാണ്. ആ, ഇതാണെങ്കിൽ 2 രൂപ കൊടുക്കും. 2012. ഓൺഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് കിടക്കുന്നതാണ്. ആ, കിലോമീറ്ററോ? കിലോമീറ്റർ 1.40 ഓടിക്കും. 140 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കൊറോള അൾട്ടീസ് ഏതാ മോഡല്? 2010 പുതിയ പേപ്പറിലാണെങ്കിൽ ആ, 3.25 കൊടുക്കും. 2010 പുതിയ പേപ്പറിൽ. ഓൺഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ കിടക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കണത് 1.40 ഓടിക്കും. 140. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, ആക്സിഡന്റ്. ഓക്കെ, BM ഏതാ മോഡല്? ഇത് 2007 ആണ്. ആ, 27 പേപ്പർ. അതെ. ഫുൾ ഓപ്ഷൻ ആണോ ഒന്നത്തെ? ആ, അതെ. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് 5 സീരീസ് ആണ് വരുന്നത്. ആ, ഇതാണെങ്കിൽ നമുക്ക് 5 കൊടുക്കാം. 5,80,000 കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെർണ. വെർണ 2015 ആണ്. 2015 ഡീസൽ ആണോ? ഡീസൽ ഒറ്റ ഫുള്ളോട് വണ്ടിയാണ്. എസ് ആണ്. ഫുള്ളോട് എടുക്കാൻ പറ്റും. 4 രൂപ കൊടുക്കും. 4 ലക്ഷം. 4 രൂപ കൊടുക്കാൻ പറ്റും. 4 2015 വെർണ 4. അതെ. നെക്സ്റ്റ് വരുന്നത് 11 അൾട്ടീസ് ആണ്. ആ, ഇതാണെങ്കിൽ പുതിയ പേപ്പർ 26,000 ഉണ്ട്. ആ, ഇതാണെങ്കിൽ 3 ലക്ഷം കൊടുക്കും. 3 ലക്ഷം രൂപക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഗോപ്ലസ് അല്ലേ? അതെ, ചാർസിന്റെ ഗോപ്ലസ്. 2015 സത്യം പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് ആയിട്ട് ഗോപ്ലസ് ആണെന്ന് തോന്നുന്നില്ല. ഇതേതാ മോഡല്? 2015 ആണ്. ആ, ഇതാണെങ്കിൽ 2.10 കൊടുക്കാം. 2015 2.10 കൊടുക്കാം. ഈ ഗോപ്ലസ് ഏതാ? ഇത് 2015 ആണ്. ആ, 1.90 കൊടുക്കും. 1.90 കൊടുക്കാം. ഇതോ ഗോ ആണ്. 2014 ആണ്. ആ, ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 1.80 കൊടുക്കാം. 1.80. 2014 1.80 കൊടുക്കാം. 15 ആണെങ്കിൽ ആ, നമുക്ക് 1.90 കൊടുക്കാം. 2015 ആണെങ്കിൽ 1.90 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് പോയത്. പിന്നെ റാഫിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മുപ്പത് സൈലന്റ് ആയിട്ടേ പോവുള്ളൂ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സ്പോട്ടോടെ വരുന്നത്. നമ്മൾ കറക്റ്റ് വരുന്നത് മലപ്പുറം പുത്തനത്താണി 2 സ്ഥലത്താണ്. 2000 നമ്മൾ സൺ ഓട്ടോ കൺസൾട്ടിങ് അല്ലേ? അതെ. അപ്പോൾ എന്തായാലും റാഫിക്കാൻ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക. വേഗം വിളിച്ചോളൂ, മിസ്സാക്കാൻ നിൽക്കണം.